വെൽക്കം. റഹ്മാനാണ്. ഹീമോഡൈനാമിക്സ് പത്തോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഹീമോസ്റ്റാസിസിനെ കുറിച്ചിട്ടാണ്. ഹീമോസ്റ്റാസിസ് ആൻഡ് ത്രോംബോസിസ് ആണ് നമുക്ക് പറയേണ്ടത്. സോ ആദ്യം നമുക്ക് ഹീമോസ്റ്റാസിസ് നമുക്ക് വീഡിയോ പറയാം, അടുത്ത വീഡിയോയിൽ നമുക്ക് ത്രോംബോസിസ് പറയാം. സോ ഹീമോസ്റ്റാസിസ് ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണ്. സോ ഞാനിത് ഓൾറെഡി ഫിസിയോളജി വീഡിയോയിൽ 2 ഭാഗമായിട്ട് നേരത്തെ ചെയ്ത വീഡിയോ ആണ്. സോ അത് ഞാൻ ഒറ്റ വീഡിയോ ആക്കി ഇവിടെ ഇടുകയാണ്. ബിക്കോസ് എന്തെങ്കിലും അഡീഷണൽ ഇതിനകത്ത് ഞാൻ പറയാനുണ്ടെങ്കിൽ ഞാൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞ വീഡിയോയിലേക്ക് പറയാം. സോ നമുക്ക് ആദ്യം എന്താണ് ഹീമോസ്റ്റാസിസ് എന്ന് തുടങ്ങാം. ഇപ്പോൾ ഇത് നമ്മുടെ രക്തക്കുഴലാണ്. ഇത് ഒരു രക്തക്കുഴലാണ്. നമ്മൾ ഇവിടെ പറയുന്ന രക്തക്കുഴൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ രക്തക്കുഴലല്ല, ഏറ്റവും ചെറിയ കാപ്പിലറീസിനെ കുറിച്ചിട്ടുമല്ല. നമ്മളൊരു മീഡിയം സൈസ്ഡ് രക്തക്കുഴലാണ്, മീഡിയം സൈസ്ഡ് ആർട്ടറി എന്ന് പറയാം. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. സോ നമ്മുടെ രക്തക്കുഴലിൽ ഒരു മുറിവുണ്ടാകും. അപ്പൊ രക്തം എന്ത് ചെയ്യും? രക്തം അതിലൂടെ പുറത്തേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ ഈ രക്തം പോക്ക് സ്വാഭാവികമായിട്ട് നിൽക്കും. ഈ സ്വാഭാവികമായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ദിസ് സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നിൽക്കുന്നതിനാണ് സ്പോണ്ടേനിയസ് എന്ന് പറയാം. സോ ദിസ് സ്പോണ്ടേനിയസ് സ്റ്റോപ്പേജ് ഓഫ് ഹെമറേജ്. അപ്പോൾ ഇത് ഹെമറേജ് ആയിരുന്നു. ഹെമറേജ് എന്ന് വെച്ചാൽ ബ്ലീഡിംഗ് ഓർ രക്തസ്രാവം. അത് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഹീമോസ്റ്റാസിസ് എന്ന് പറയാം. സോ ഒരു ഡെഫിനിഷനായി, സിമ്പിൾ ഡെഫിനിഷൻ. സോ ഹീമോസ്റ്റാസിസ് ഈസ് ദ സ്പോണ്ടേനിയസ് ഫിസിക്കൽ റെസ്പോൺസ് ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ് അല്ലെ. ഫിസിയോളജിക്കൽ റെസ്പോൺസ്, ഫിസിക്കൽ അല്ല, ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ടു സ്റ്റോപ്പ് ഓർ ടു അറസ്റ്റ് ബ്ലീഡിംഗ് എന്നും പറയാം. സോ ഇവിടെ നമ്മുടെ ബ്ലഡ്, അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡ് ലിക്വിഡ് ആണെന്ന് അറിയാം. ബ്ലഡ് ഇസ് എ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അതിന്റെ ഫോം മാറുന്നുണ്ട്. ലിക്വിഡ് ഫോമിൽ നിന്ന് ഒരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി, ലൈക്ക് എ സോളിഡ്, ഓൾമോസ്റ്റ് ലൈക്ക് എ സോളിഡ് ഫോമിലേക്കായിട്ട് മാറുന്നുണ്ട്. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന സാധനത്തിന് നമ്മൾ ഏറ്റവും നല്ല ഭാഷയിൽ വിളിക്കുന്നത് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നാണ്. ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നാണ് നമ്മൾ ശരിക്കും വിളിക്കുക. അല്ലാണ്ട് ക്ലോട്ട് എന്നൊക്കെ നമുക്ക് ലോക്കലായിട്ട് വിളിക്കാം എന്നല്ലാതെ ശരിയായ പേര് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നാണ്. സോ അപ്പൊ നമ്മൾ ഒന്നും കൂടി ഡിഫൈൻ ചെയ്താൽ, എ ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഈസ് ഫോംഡ് ബൈ ദ ബ്ലഡ് ഓൺ ദ വൂണ്ട് സൈറ്റിലാണ് ഫോം ചെയ്യുക. Okay, by forming a gel-like consistency. So hemostasis is the formation of hemostatic plug at the wound site by forming a gel-like consistency എന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് ഐഡിയ. സോ യു ക്യാൻ റൈറ്റ് എനിത്തിങ്. ഈ ഐഡിയ ഉണ്ടായാൽ മതി. ഓക്കെ, സോ ഇതാണ് നമുക്ക് പറയാനുള്ള ഡെഫിനിഷൻ. ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തല്ല ഹീമോസ്റ്റാസിസ് എന്നുകൂടി നമ്മളൊന്ന് മാറി. ഓക്കെ, തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. ഇപ്പൊ നമ്മുടെ രക്തക്കുഴലിൽ ഈ വൂണ്ട് ഇല്ല എന്ന് വിചാരിക്കുക. ഇത് രക്തക്കുഴലാണ്, ഇവിടെ വൂണ്ടൊന്നുമില്ല, മുറിവ്, പുറത്തേക്ക് ബ്ലഡ് ഒന്നും പോകുന്നില്ല. അല്ലാതെയും രക്തമകത്ത് കട്ട പിടിക്കാം. അതിനെ നമ്മൾ വിളിക്കുക ത്രോംബസ് എന്നാണ്. നമ്മൾ അതിനെ കുറിച്ചിട്ടല്ല പറയുക. ഒരു മുറിവുണ്ടായിട്ട് രക്തം പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. അതാണ് ഹീമോസ്റ്റാസിസ് എന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതും കൂടി ഇത് മനസ്സിലാക്കുക. ത്രോംബസും അത് വേറെ പഠിക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് എന്തെല്ലാം ഹെഡിങ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. സോ വാട്ട് ആർ ദ ഹെഡിങ്സ് ഓഫ് ഇവന്റ്? നമുക്ക് ഈ ഹെഡിങ്സിനെ 5 ഹെഡിങ്സ് ആക്കാം. 5 ഇവന്റ്. ഒന്ന്, ആദ്യം നടക്കുന്നത് വാസോ കൺസ്ട്രക്ഷൻ ആണ്. വാസോ കൺസ്ട്രക്ഷൻ, ഓർ അതിനെ നമുക്ക് വാസോസ്പാസം എന്നും വിളിക്കാം. വാസോസ്പാസം എന്നും. ഓക്കെ, ഇതാണ് ആദ്യത്തത്. രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആണ്. മൂന്നാമത്തത് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ആണ്. കൊയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ആൻഡ് നാലാമത് നടക്കുന്നത് ഈ ഉണ്ടായ ക്ലോട്ട് ചുരുങ്ങണം. ക്ലോട്ട് റിട്രാക്ഷൻ, ക്ലോട്ട് ചുരുങ്ങണം ആൻഡ് ആ ഭാഗം റിപ്പയർ ചെയ്യണം. ആൻഡ് അഞ്ചാമത് ഫൈബ്രിനോലൈസ്, ആ ഭാഗം നശിച്ച് അവിടെ ഉണ്ടായിരുന്ന കട്ടയൊക്കെ പോയി ക്ലിയർ ആകണം. സോ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങളാണ് സാധാരണ അവിടെ നടക്കുക. ഓക്കെ, ഒരു രക്തക്കുഴലിന് മുറിവ് സംഭവിക്കുന്നു. ഇതാണ് നമ്മളുടെ തീം. നമുക്കപ്പോൾ ആദ്യം ഒരു രക്തക്കുഴലിന്റെ മുറിവ് പറ്റിയ ഏരിയ നമുക്കൊന്ന് വരയ്ക്കാം. സോ ഇത് അവിടെയുള്ള എൻഡോത്തീലിയൽ സെൽസ് ആണ്. മുറിവ് ഇവിടെ മുറിവാണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ പിഞ്ചി പോയിരിക്കുന്നു. ഇത്രയും ഭാഗം മുറിവാണെന്ന് കരുതുക. ഓക്കെ, അടുത്ത എൻഡോത്തീലിയൽ സെൽസ്, തൊട്ടടിയിൽ എൻഡോത്തീലിയൽ സെൽസിന്റെ അടിയിൽ തൊട്ടടിയിലുള്ള ലെയർ ബേസൽ ലാമിനയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ് എൻഡോത്തീലിയൽ ലെയർ ആണ്. ഇവിടെ ഒരുപാട് കൊളാജിൻസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇവിടെ കൊളാജിൻസ് പോലെയുള്ള ഫൈബേഴ്സ് ധാരാളമുണ്ട്. ദെൻ ഇതിന്റെ അടിയിൽ പിന്നെ ഉള്ളത് സ്മൂത്ത് മസിൽ ലെയർ ആണ്. ബ്ലഡ് വെസൽ ചുരുങ്ങാനും കൺട്രാക്ട് ചെയ്യാനും ഒക്കെ സ്മൂത്ത് മസിൽ വേണം. അതുകൊണ്ട് ഫുൾ ധാരാളം പല ലെയർ ഓഫ് സ്മൂത്ത് മസിൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത്ര മതി പ്രധാനമായിട്ട് സ്മൂത്ത് മസിൽ ലെയറുകൾ. ഇതാണ് ഒരു മുറിവ് പറ്റിയ ഇത്. സോ ദിസ് ഈസ് എൻഡോത്തീലിയൽ സെൽസ് ആണ്. എൻഡോത്തീലിയൽ. സോ ബ്ലഡ് ഇതിനകത്ത് കൂടിയാണ് ബ്ലഡ് പോകുന്നത്. ഇവിടെ മുകളിലും ഇതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. സോ ബ്ലഡ് ഇതിനകത്ത് കൂടി പോകുന്നു. സാധാരണ ബ്ലഡ് ഇന്റിമേറ്റ് കോണ്ടാക്ട് വരുന്ന സെല്ലുകളാണ് എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയാം. സാധാരണ രീതിയിൽ ഇവിടെയുള്ള സബ് എൻഡോത്തീലിയൽ ഈ ഭാഗത്തൊന്നും രക്തം യാതൊരു ജീവിതത്തിൽ ഒരിക്കലും സാധാരണ രീതിയിൽ കാണാറില്ല, മുറിവ് പറ്റുന്ന സമയത്തല്ലാതെ. സോ ഇവിടെ കൊളാജിൻ ഫൈബേഴ്സ് ഉണ്ട്. ഇത് ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് എല്ലാം ടിഷ്യൂ ഏരിയകളാണ്. ഇത് ബ്ലഡ് ഏരിയ ആണ്. സോ ഇത് സ്മൂത്ത് മസിൽ ആണ്. സ്മൂത്ത് മസിൽസ് ചുരുങ്ങുക. ഈ സ്മൂത്ത് മസിൽ ചുരുങ്ങുമ്പോഴാണ് ഇപ്പോൾ രക്തക്കുഴൽ ഇതാണെങ്കിൽ സ്മൂത്ത് മസിൽ ചുരുങ്ങുമ്പോൾ രക്തക്കുഴൽ ചുരുങ്ങും. സ്മൂത്ത് മസിൽസ് വികസിക്കുമ്പോൾ രക്തക്കുഴൽ ഡയലേറ്റ് ചെയ്യും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഇവിടെ എൻഡോത്തീലിയൽ സെൽസ്
മുറിഞ്ഞു. അപ്പൊ എന്ത് പറ്റും? രക്തത്തിലെ പ്ലാസ്മ, ഇനി നമുക്ക് റെഡ് എടുക്കാം, രക്തത്തിലെ പ്ലാസ്മയും സാധനങ്ങളൊക്കെ ഈ വഴി ഇങ്ങോട്ടേക്ക് ഒഴുകും സ്വാഭാവികമായിട്ട്. സോ പ്ലാസ്മ മാത്രമല്ല, അതിനകത്തെ സെൽസ് എല്ലാം പലതും ഇങ്ങോട്ടേക്ക് വരും അല്ലെ, സ്വാഭാവികമായിട്ട്. സോ ഇത് ടിഷ്യൂ ആയിട്ട് കണ്ടുമുട്ടുകയാണ്. ടിഷ്യൂ, അപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ടിഷ്യൂ എന്ന് പറയാം. ടിഷ്യൂ ആയിട്ട് കണ്ടുമുട്ടുന്നു. സാധാരണ ബ്ലഡ് ആയിട്ടൊന്നും കണ്ടുമുട്ടുന്നല്ല, ആദ്യമായിട്ടായിരിക്കും കണ്ടുമുട്ടുക എന്ന് കൂടി മനസ്സിലായി. സോ ഇവിടെ നടക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് വാസോ കൺസ്ട്രിക്ഷൻ എന്നാണ്. നമ്മൾ വാസോ കൺസ്ട്രിക്ഷൻ ഓർ വാസോസ്പാസം എന്ന് വെച്ചാൽ ഇതാണ് നോർമൽ രക്തക്കൊഴലെങ്കിൽ അവിടെ ചുരുങ്ങുകയാണ്. സോ ഈ ഭാഗം ഇങ്ങനെ ചുരുങ്ങും. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുക, ബ്ലഡ് ലോസ് പ്രിവെന്റ് ചെയ്യുക, ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. രക്തക്കൊഴൽ ചുരുങ്ങി കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് ഉള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കിട്ടും. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഇത് ചുരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. സോ ഒരു കാരണം എന്ന് പറയുന്നത് ഈ എൻഡോത്തീലിയൽ സെൽസ് അല്ല, അതാണ് മുറിഞ്ഞിരിക്കുന്നത്. സോ എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് സം കെമിക്കൽസ് ആർ റിലീസ്. അതിന്റെ പേര് 1-എൻഡോതെലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അവിടെ റിലീസ്. അത് ഇവിടെ വരുന്നു, ഈ മസിൽസിൽ കയറി പിടിക്കുന്നു ആൻഡ് മസിൽസ് വിൽ കൺട്രാക്ട്. സോ എൻഡോതെലിൻ മസിൽസിനെ കൺട്രാക്ട് ചെയ്യും, അപ്പോൾ ബ്ലഡ് വെസൽ ചുരും. അതാണ് ഒരു കാര്യം. രണ്ടാമത് ഈ മസിൽസ് ഇവിടെ എത്തുമ്പോഴത്തേക്കും മസിൽസ് തന്നെ അവിടെ ഒരു മയോജനിക് മെക്കാനിസം ഉണ്ട്. മയോ മീൻ മസിലാണ്. മയോജനിക് മെക്കാനിസം മൂലം ചുരുങ്ങുന്നു. അതില്ലാത്ത ആൾക്കാരെ കൂടെ വരുമ്പോൾ പേടിച്ച്, അല്ലെങ്കിൽ കെമിക്കൽ ആണതെല്ലാം നടക്കുക, ചുരുങ്ങുന്ന മെക്കാനിസം ആണ്. സോ മയോജനിക് മെക്കാനിസം വഴി ചുരുങ്ങുന്നുണ്ട്. മൂന്നാമത്തത് ഇവിടെ ധാരാളം പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ നോസിസെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ പെയിൻ റിസപ്റ്റേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കെമിക്കൽസ് റിലീസ് ചെയ്യും. അപ്പോഴും സോ നോസിസെപ്റ്റീവ് പാത്വേ ആൻഡ് അതുവഴിയുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ് വരുമ്പോഴും ചുരുങ്ങും, ബ്ലഡ് വെസൽ ചുരുങ്ങും. സോ ഇങ്ങനെയൊക്കെ ചുരുങ്ങെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചുരുങ്ങൽ അതുകൊണ്ടൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചുരുങ്ങൽ മെക്കാനിസം എന്ന് പറയുന്നത് ഇവിടെ എത്തിയ പ്ലേറ്റ്ലെറ്റ്, ഇവിടെ പ്ലേറ്റ്ലെറ്റ്സ് കൊണ്ട് നമുക്കറിയാം. ഈ പ്ലേറ്റ്ലെറ്റ്സ് ചില പവർഫുൾ ആയിട്ടുള്ള വാസോ കൺസ്ട്രക്ടേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ചില വാസോ കൺസ്ട്രക്ടേഴ്സ് ആർ റിലീസ്. അതിന്റെ ഒരെണ്ണത്തിന്റെ പേര് 5-ഹൈഡ്രോക്സിട്രിറ്റമിൻ എന്നാണ്. അതിന് വേറൊരു പേര് സീറോട്ടോണിൻ എന്ന് പറയും. രണ്ടാമത്തത് ത്രോംബോക്സൈൻ A2 ആണ്, TXA2 എന്നാണ് പറയുക, ത്രോംബോക്സൈൻ A2. സോ ഇത് രണ്ടും, these two are released by these platelets and these are powerful vasoconstrictors. സോ vasoconstriction നടക്കുമ്പോൾ ബ്ലഡ് വെസൽ ചുരുങ്ങുന്നു. സോ ഇതാണ് പ്രധാനപ്പെട്ട റീസൺ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ ഫോർ ദിസ് ചുരുങ്ങൽ ഈസ് ബിക്കോസ് ഓഫ് ദിസ് റിലീസ് ഓഫ് IgG ആൻഡ് ത്രോംബോക്സിൻ. മാത്രമല്ല ഇത് ഈ സെൽസ് യൂഷ്വലി ഇവിടുന്ന് നൈട്രിക് ഓക്സൈഡ് പോലുള്ള സാധനങ്ങൾ റിലീസ് ചെയ്യുന്നത്. സോ അതാണ് ഡയലേറ്റ് ചെയ്ത് നിർത്തുന്നത്. അതില്ലാതെയാകുന്നു. ഇത് പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിയിരിക്കുമ്പോഴത്തേക്കും റിഡക്ഷൻ ഇൻ നൈട്രിക് ഓക്സൈഡ് ആൻഡ് അതർ മീഡിയേറ്റ്, നൈട്രിക് ഓക്സൈഡ് മാത്രമൊന്നുമല്ല മറ്റു പല മീഡിയേറ്റേഴ്സ് ഒക്കെ വിട്ടിട്ടാണ് ഇത് ഡയലേറ്റ് ചെയ്ത് ഇങ്ങനെ നോർമൽ ലെവൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇല്ലാതെയാകും. സോ ഇത്രയും 5 കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇനീഷ്യൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, വാസോ കൺസ്ട്രക്ഷൻ, ഇനീഷ്യൽ വാസോ കൺസ്ട്രക്ഷൻ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരൊറ്റ സ്റ്റെപ്പ് അല്ല, പല സ്റ്റെപ്പാണ്. സോ ഇനി കഥ മൊത്തം കൊണ്ടുപോകുന്നത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. സോ ഫസ്റ്റ് ആദ്യം പ്ലേറ്റ്ലെറ്റ് ഇവിടെ എത്തി, ഒരു മുറിവ് വരുന്നു, പ്ലേറ്റ്ലെറ്റ് ഇവിടെ എത്തി, പ്ലേറ്റ്ലെറ്റ് ഇവിടെ വന്നൊട്ടിച്ചേരും അല്ലെ, ഇവിടെയുള്ള കൊളാജിൽ വന്നൊട്ടിച്ചേരും. മറ്റു ചില ഫൈബേഴ്സ് ഉണ്ട്. ഈ ഫൈബേഴ്സ് ഇപ്പോൾ ഫൈബ്രോനെക്റ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, ലാമിനിൻ, സോ ഇങ്ങനെയൊക്കെയുള്ളതിലൊക്കെ വന്ന് ഒട്ടിച്ചേരാം. അല്ലെങ്കിൽ ഈ എൻഡോത്തീലിയൽ സെൽസിന്റെ അടിയിൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരാം. സോ അപ്പൊ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഒന്ന് ജസ്റ്റ് വരയ്ക്കാം. ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ പുറത്ത് പലവിധ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഗ്ലൈക്കോപ്രോട്ടീൻ, GP എന്നാണ് നമ്മൾ എഴുതുക. ഗ്ലൈക്കോപ്രോട്ടീൻ 1A2A ഇങ്ങനെയാണ് എഴുതുക. 1A2A എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. ഇത് കൊളാജിനിൽ വന്ന് ഒട്ടിച്ചേരാം. ഇതിന് കൊളാജിനിൽ വന്ന് ഒട്ടിച്ചേരാനായിട്ടുള്ള കഴിവ്. സോ 1A2A കൊളാജിനിൽ വന്ന് ഒട്ടിച്ചേരുന്നു. മറ്റൊരു പ്രോട്ടീൻ, വേറൊരു പ്രോട്ടീൻ കൂടി ഇങ്ങനെ വരയ്ക്കാം. അതിന്റെ പേര് ഗ്ലൈക്കോപ്രോട്ടീൻ തന്നെയാണ്, 1C2A തന്നെയാണ്. 1C ആണ്, 1A അല്ല, 1C ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒട്ടിച്ചേരാൻ കഴിവുള്ളത് ഫൈബ്രോനെക്റ്റിൻ ആൻഡ് ലാമിനിൻ. സോ ഇങ്ങനെയുള്ള പ്രോട്ടീനിലും ഇതിന് വന്ന് ഒട്ടിച്ചേരാം. സോ ഇങ്ങനെ വന്ന് ഒട്ടിച്ചേരുന്നത് അതിനെയാണ് നമ്മൾ വിളിക്കുക ഫസ്റ്റ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ എന്ന് പറയും. ദെൻ മൂന്നാമത് എൻഡോത്തീലിയൽ സെൽസിന്റെ അവിടെ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട്, വോൺ വില്ലെബ്രാൻഡ് ഫാക്ടറിൽ വന്ന് ഒട്ടിച്ചേരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത കൂടി പറയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ ആണ്. ഇനി മുറിപെറ്റ എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് ഞാനിപ്പോ പറഞ്ഞു വോൺ വില്ലെബ്രാൻഡ് ഫാക്ടർ, സ്പെല്ലിംഗ് എഴുതാം, വോൺ ഇങ്ങനെയാണ്, വില്ലെബ്രാൻഡ് W ക്യാപിറ്റലാണ്, വില്ലെബ്രാൻഡ് ഫാക്ടർ. ഈ ഫാക്ടർ ഇത് റിലീസ് ചെയ്യുന്നുണ്ട്, ഈ എൻഡോത്തീലിയൽ സെൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് പ്ലേറ്റ്ലെറ്റ്സിന്റെ സർഫസിലെ മറ്റൊരു പ്രോട്ടീൻ, മൂന്നാമത്തെ ഒരു പ്രോട്ടീൻ ആണ്. അതും അപ്പോൾ ഗ്ലൈക്കോപ്രോട്ടീൻ തന്നെയാണ്. ഗ്ലൈക്കോപ്രോട്ടീൻ 1B ആണ്, 1A. 1B1Aയിൽ ഇവിടെ വില്ലെബ്രാൻഡ് ഫാക്ടർ വന്ന് ഒട്ടിച്ചേരുന്നു. ഇവിടെ ഫൈബ്രോനെക്റ്റിനും ലാമിനിലാണ് ഒട്ടിച്ചേരുക, ഇവിടെ കൊളാജിനിലാണ് ഒട്ടിച്ചേരുക. സോ ഇങ്ങനെ എല്ലാം ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഇത് ഒട്ടിച്ചേരുന്നു. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ എന്ന് പറയും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻ ഈസ് പ്ലേറ്റ്ലെറ്റ് അഡ്ഹെഷൻ. ഈ വോൺ വില്ലെബ്രാൻഡ് ഫാക്ടർ ഒട്ടിച്ചേരുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുക. പ്രധാനമായിട്ടും ഇതാണ്. ഇനി
പ്ലേറ്റ്ലെറ്റ്സിന്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് ഇത് പ്ലേറ്റ്ലെറ്റ്സ് വരയ്ക്കുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന് ന്യൂക്ലിയസ് ഇല്ല എന്ന് നമുക്കറിയാം, സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ സെൽ മെംബ്രെയിൻ ഒക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഗ്രാന്യൂൾസ് ഉണ്ട്. ഒരു ഗ്രാന്യൂൾസിന്റെ പേര് ഡെൻസ് ഗ്രാന്യൂൾസ്. ഈ ഡെൻസ് ഗ്രാന്യൂൾസിനകത്ത് കുറച്ച് കെമിക്കൽസ് ഉണ്ട്. 3 കെമിക്കൽസ് ഞാൻ പറയാം. ഒന്ന് ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, രണ്ടാമത്തത് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ, ദെൻ കാൽഷ്യം ഉണ്ട്. സോ ഈ 3 സംഭവങ്ങളും ഇത് പൊട്ടുമ്പോഴത്തേക്കും പുറത്തേക്ക് റിലീസ് ചെയ്യും. ഇനി ഇതല്ലാത്ത ഗ്രാന്യൂൾസ് ഉണ്ട്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാന്യൂൾ. അതിൽ നിന്ന് വിടുന്നത് ഒന്ന് വീണ്ടും വോൺ വില്ലേബ്രാൻഡ് ഫാക്ടർ, അവിടെ നിന്നും റിലീസ് ചെയ്യും. ഇനി ഇതല്ലാതെ ഈ സെൽ മെംബ്രെയിൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കെമിക്കൽസ് ഉണ്ടാക്കി വിടും. സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ് നമുക്കറിയാം. ഈ ഫോസ്ഫോലിപ്പിഡ് ലെയർ പൊട്ടിച്ചിട്ടുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ത്രോംബോക്സൈൻ A2 എന്ന് പറയുന്നത്. ഇതിനൊരു എൻസൈം വേണം, കോക്സ് എന്ന് പറയുന്ന എൻസൈമാണ്. സോ ത്രോംബോക്സൈൻ A2 പുറത്തു വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പുറത്തു വരികയാണ്. വോൺ വില്ലേബ്രാൻഡ് ഫാക്ടർ വന്നിട്ട് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ വന്ന് അവിടെ പൊട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് എന്താകണം, ഇത് വീണ്ടും പുതിയ പ്ലേറ്റ്ലെറ്റ്സിൽ പിടിക്കും, അവിടെ നിന്നത് പുറത്ത്. ഇതും എല്ലാം ദിസ് ആർ ഓൾസോ ഫോർ അതർ പ്ലേറ്റ്ലെറ്റ്സ്. ഇതെല്ലാം മറ്റ് പ്ലേറ്റ്ലെറ്റ്സുകളെ ഒട്ടിച്ചേർക്കാനായിട്ടുള്ള സംഭവമാണ്. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈസ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ആണ്. പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ. സോ പ്ലേറ്റ്ലെറ്റിൽ നിന്ന് റിലീസ് ചെയ്ത പല തരികൾ, ഗ്രാനുലാർ മെറ്റീരിയൽസ് ഓർ കെമിക്കൽസ് വിൽ ആക്ടിവേറ്റ് ദ പ്ലേറ്റ്ലെറ്റ്സ്. സോ ഈ പ്ലേറ്റ്ലെറ്റ് വന്ന 5HT ത്രോംബോക്സിൻ A2 ആണ് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു. ഓക്കെ, ഇനി പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ADPയുടെ ഫംഗ്ഷനെ കുറിച്ചാണ്. ആൻഡ് ഓൾസോ ത്രോംബോക്സിൻ A2 ക്യാൻ ഓൾസോ ഡു. അപ്പോൾ ഇത് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സുകൾ എത്തി. പ്ലേറ്റ്ലെറ്റ്സുകൾ, സോ ഇതൊരു പ്ലേറ്റ്ലെറ്റ് ആണെന്ന് വിചാരിക്കുക, ഇവിടെ വേറെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടെന്നായിരിക്കും, ഇവിടെ വേറെ പ്ലേറ്റ്ലെറ്റ്, ഇവിടെ വേറെ പ്ലേറ്റ്ലെറ്റ്, ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്ന് കരുതുക. ഇവിടെ വേറെ പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പൊട്ടിയ പ്ലേറ്റ്ലെറ്റിൽ നിന്ന് ADP റിലീസ് ചെയ്യാന്ന് വരിക. സോ ADP ഇവിടെ പോയിട്ട് ഈ പ്ലേറ്റ്ലെറ്റ് ആക്ട് ചെയ്യാന്ന് വരിക. ഈ പ്ലേറ്റ്ലെറ്റ് ത്രോംബോക്സിൻ A2 രണ്ടും ആക്ടിവേറ്റ് ചെയ്തിട്ട് ദിസ് വിൽ ഇൻക്രീസ് എക്സ്പ്രഷൻ ഓഫ് സർട്ടൻ റിസെപ്റ്റേഴ്സ്. അതിന്റെ പേര് ഗ്ലൈക്കോപ്രോട്ടീൻ, പുതിയ ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. 2B3A എന്ന് പറയുന്ന സംഭവത്തും എക്സ്പ്രസ് ചെയ്യും. സോ ബിക്കോസ് ഓഫ് ദിസ് പ്രധാനമായിട്ടും ADP ആൻഡ് ഓൾസോ സം എക്സ്റ്റെന്റ് ത്രോംബോക്സിൻ ദേ വിൽ എല്ലാ പ്ലേറ്റ്ലെറ്റുകളിലും ഒരു സംഭവം, ഓക്കെ, ദാറ്റ് ഈസ് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A എന്ന് പറയുന്ന സാധനത്തെ ധാരാളമായി എക്സ്പ്രസ് ചെയ്യിപ്പിക്കും. സ്വന്തം ശരീരത്തിലും മറ്റ് പ്ലേറ്റ്ലെറ്റുകളുടെ ശരീരത്തിലും എല്ലാം ഇത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യും. സോ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബ്ലഡിനകത്ത്, ഇത് ബ്ലഡിനകത്താണ് നടക്കുക. ബ്ലഡിനകത്ത് വി നോ ദാറ്റ് ബ്ലഡ് കണ്ടെയ്ൻസ് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു സംഭവം 4% പ്ലാസ്മ പ്രോട്ടീൻ ആണ്, നമുക്കറിയാം, ലിവറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. സോ ബ്ലഡിനകത്തുള്ള ഫൈബ്രിനോജൻ, ഇപ്പൊ ഇത് ഫൈബ്രിനോജൻ ആണെങ്കിൽ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കൂടിച്ചേരും. സോ ഫൈബ്രിനോജൻ ക്യാൻ ബൈൻഡ് ടു ദിസ് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A. 2B ആണ്, 2B3A ഒട്ടിച്ചേരാൻ പറ്റും. സോ ഇവിടെയും പിടിക്കാന്ന് വിചാരിക്കുക, ഇവിടെയും പിടിക്കാന്ന് വിചാരിക്കുക, ഇവിടെ ഉണ്ട് സാധനം, ഇവിടെയും പിടിക്കാന്ന് വിചാരിക്കുക, ഇത് ഇവിടെ പിടിക്കാന്ന് വിചാരിക്കുക, ഇത് ഇവിടെ പിടിക്കാന്ന് വിചാരിക്കുക, ഇത് ഇവിടെ പിടിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ? ഇപ്പൊ എന്താ സംഭവിച്ചത്? പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ആണ് ഫോം ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റുകൾ ഇങ്ങനെ ഒരു ചെയിൻ പോലെ, ശൃംഖല പോലെ പ്ലേറ്റ്ലെറ്റ്സുകൾ അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് പ്രോസസ് ഓർ തേർഡ് സ്റ്റെപ്പ് ഈസ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. സോ മൂന്നാമത്തെ പ്രോസസ് ആണ്. സോ ഇവിടെ എന്ത് പറ്റി? ഇവിടെ പ്ലേറ്റ്ലെറ്റുകൾ ഈ മുറിവുള്ളോടത്ത് ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ കൂട്ടമായി വന്ന് അഗ്രിഗേറ്റ് ചെയ്തു. സോ ഇവിടെയാണ് മുറിവുണ്ടായിരുന്നത്, അവിടെ പ്ലേറ്റ്ലെറ്റ്സുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് അഗ്രിഗേറ്റ് ചെയ്തു. അതിന് സഹായിച്ചത് ADP, ദെൻ ത്രോംബോക്സിൻ A2 പോലെയുള്ള സംഭവങ്ങളാണ് സഹായിച്ചത്. ആൻഡ് ദിസ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിനാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ആൻഡ് ഫൈനലി ദിസ് വിൽ ലീഡ് ടു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർ. അവിടെ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യും. സോ ഇതൊരു ടെമ്പററി പ്ലഗ് ആണ്. സോ ഇത് സംഭവിക്കുന്നു, ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഇത്രയും കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് സംഭവിക്കും. സോ ഇത്രയും സംഭവിക്കുമ്പോഴത്തേക്കും താൽക്കാലികമായ രക്തസ്രാവം നിൽക്കും. സോ ഹീമോസ്റ്റാസിസ് 1 ആദ്യത്തെ സ്റ്റെപ്പിൽ താൽക്കാലികമായ രക്തസ്രാവം നിൽക്കുക. ഇനി വേണം രണ്ടാം ഘട്ടം ആരംഭിക്കാൻ. അതിന് തുടർച്ചയാണ് ഇവിടെ നടക്കുന്ന മൂന്നാമത്തെ ഇവന്റും 4ാമത്തെ ഇവന്റും 5ാമത്തെ. മൂന്നാമത്തെ ഇവന്റ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഓർ കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞാലും ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇത് ഉണ്ടായതിനു ശേഷം ക്ലോട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ക്ലോട്ട് റിട്രാക്ട് ചെയ്യണം, ചുരുങ്ങണം, ട്രാക്ഷൻ ആൻഡ് റിപ്പയർ ചെയ്യും. സോ അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് ഉണ്ടായ ഫൈബ്രിനെ നശിപ്പിക്കണം, ഫൈബ്രിനോലൈസ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്പോൾ പറയും 3 പോയിന്റ്. സോ ഈ ഉണ്ടായ പ്ലേറ്റിലെ പ്ലഗ് അത്ര ശക്തമല്ല, അത് എപ്പോഴാണെങ്കിലും വിട്ടുപോകാം. സോ അതിനു മുകളിൽ ഇതിനെ ഉറപ്പിക്കുന്ന കുറച്ച് ബലപ്പെടുത്തുന്ന എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കണം. സോ അതിനാണ് നമുക്ക് ഫൈബ്രിൻ ത്രെഡ്സ് വേണം. ഫൈബ്രിൻ ത്രെഡ്സ് ഇങ്ങനെ വെച്ച് അതിന്റെ മുകൾ ഭാഷം ഒന്ന് മുറുക്കുക, പിന്നെ വീണ്ടും പ്ലേറ്റ്ലെറ്റുകൾ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും അത് സ്ട്രോങ് ആവും.
സോ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുണ്ടാക്കാനുള്ള മാർഗങ്ങളും സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് ആദ്യമായിട്ടുണ്ടായിരുന്ന ഈ ഹീമോസ്റ്റാറ്റിക് പ്ലഗ്, ഇതാണ് ഫസ്റ്റ് പ്രൈമറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ്. സോ ഇതിന്റെ കൂടെ ഫൈബറിനും കൂടി ഒട്ടിച്ചേരുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക്, ഇങ്ങനെ ഫൈബറിൻ കൂടി ഇവിടെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ഉറപ്പുള്ള സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ഫോം ചെയ്യും. അല്ലെങ്കിൽ അതിനെ നമുക്ക് പെർമനന്റ് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് എന്നും വിളിക്കാറുണ്ട്, പെർമനന്റ് ഹീമോസ്റ്റാറ്റിക് പ്ലഗ്. സോ ഇത് ഉണ്ടാക്കുന്ന പണിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് വിളിക്കുക. സോ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓർ നമ്മൾ അതിനെ ക്ലോട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇത്, ക്ലോട്ട് ഫോർമേഷൻ. ആദ്യത്തേത് പ്ലഗ് ഫോർമേഷൻ ആണ്, പ്ലഗ്സ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അതിന് കൂടെ ഫൈബ്രിൻ കൂടി വരുമ്പോഴാണ്, ഫൈബ്രിൻ മാത്രമല്ല ഫൈബ്രിൻ ത്രെഡ്സ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ക്ലോട്ട് എന്ന് വിളിക്കും. സോ നമുക്ക് ക്ലോട്ട് ഉണ്ടാക്കാം. സോ ക്ലോട്ട് ഉണ്ടാക്കാൻ രണ്ട് വഴികൾ ഓർ രണ്ട് പാത്ത് വേസ്. ആദ്യത്തേത് ഇൻട്രിൻസിക് ആണ്, ഇൻട്രിൻസിക് പാത്ത് വേ ആണ് ആദ്യത്തേത്. ഇതിനൊരു 3 to 4 or 4 to 5 മിനിറ്റ് വരെയൊക്കെ പിടിക്കും, 5 മിനിറ്റ് വരെയൊക്കെ പിടിക്കും. രണ്ടാമത്തത് എക്സ്ട്രിൻസിക് ആണ്, എക്സ്ട്രിൻസിക് പാത്ത് വേ. എക്സ്ട്രിൻസിക് പാത്ത് വേ പെട്ടെന്നാണ്, 30 സെക്കൻഡ്സ് മതി. ഓക്കെ, സോ ദിസ് ദ ഫാസ്റ്റസ്റ്റ് പാത്ത്, വേഗത്തിൽ നടക്കുന്ന പാത്ത് വേ ആണ്. ഇനി ഈ രണ്ട് പാത്ത് വേയും കൂടി വന്ന് ഒരുമിക്കുന്ന സ്ഥലം, ഇതിങ്ങനെ വന്ന് ഇവിടെ അവസാനിക്കുന്ന സ്ഥലം, അതിനെ നമ്മൾ കോമൺ പാത്ത് വേ എന്നാണ് വിളിക്കുക. സോ ഈ പാത്ത് വേ ഇങ്ങോട്ടേക്ക് പോയി ഫൈബ്രിൻ ക്ലോട്ട് ഉണ്ടാകുന്ന പാത്ത് വേ നമ്മൾക്ക് കോമൺ പാത്ത് വേ എന്ന് വിളിക്കും. സോ കോമൺ പാത്ത് വേ ആണ് അടുത്ത്. ഈ ഇൻട്രിൻസിക് പാത്ത് വേ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വാട്ട് ഈസ് ദിസ് ഇൻട്രിൻസിക് പാത്ത് വേ? ഇൻട്രിൻസിക് പാത്ത് വേ രക്തക്കുഴലിൽ തന്നെ നടക്കുന്ന പാത്ത് വേ ആണ്, ബ്ലഡ് വെസൽസിനകത്താണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻട്രിൻസിക് എന്ന് വിളിക്കുക. പുറത്ത് നിന്ന് ആരുടെയും സഹായമില്ലാതെ നടക്കുന്ന പാത്ത് വേ ആണ്. പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജിൻ വരെ പോകാം. സോ ബ്ലഡ് വെസൽസ് ആൻഡ് അപ് ടു കൊളാജിനായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പാത്ത് വേ ആണിത്. സോ ബ്ലഡ് വെസൽസ് ആൻഡ് കൊളാജിൻ, അത്രേ ഉള്ളൂ. ഇതിന്റെ പുറത്തേക്ക് അങ്ങോട്ടേക്ക് പോകുന്നില്ല. സോ ഇവിടെ വെച്ചിട്ട് തന്നെ ബ്ലഡ് വെസൽസിന്റെ അകത്ത് തന്നെ ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഇൻട്രിൻസിക് പാത്ത് വേ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുക്കുന്നു എന്നിരിക്കുക, ബ്ലഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കട്ട പിടിക്കുന്നുണ്ട്. സോ ഇതും ഇൻട്രിൻസിക് ആണ്. ഇൻട്രിൻസിക് അതെന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്, ഇതിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ നെഗറ്റീവ് ചാർജ് ഉള്ളപ്പോഴത്തേക്കും ആദ്യം ആക്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ ഏതാന്ന് നോക്കും. സോ അത് ഫാക്ടർ 12 ആണെങ്കിൽ ഫാക്ടർ 12 ആക്ടിവേറ്റ് ചെയ്യുന്ന പാത്ത് വേ ആണ് നമ്മൾ ഇൻട്രിൻസിക് പാത്ത് വേ എന്ന് വിളിക്കുക. സോ ബ്ലഡ് ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് നടക്കുന്നതും ബ്ലഡ് വെസൽസിനകത്ത് വെച്ച് നടക്കുന്നതും ഇൻട്രിൻസിക് പാത്ത് വേ ആണ്. അപ്പൊ എക്സ്ട്രിൻസിക് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും. ബ്ലഡ് വെസൽസ് മുറിവുണ്ടാവുന്നു, പുറത്തേക്ക് വന്ന് ടിഷ്യൂ ആയിട്ട് എക്സ്പോസ്ഡ് ആണ്. സോ ടിഷ്യൂ, സോ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ടിഷ്യൂ ഫാക്ടർ. സോ ടിഷ്യൂ ഫാക്ടർ മൂലം വേഗത്തിൽ നടക്കുന്ന പാത്ത് വേ ആണ് നമ്മൾ എക്സ്ട്രിൻസിക് പാത്ത് വേ എന്ന്. സോ ഇത് ഫാസ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് എക്സ്പോസ് ടു സം ടിഷ്യൂസ്. സോ അതുകൊണ്ടാണ് എക്സ്ട്രിൻസിക്. ഇപ്പോൾ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്ത് വേ എന്ന് നമ്മൾ വിളിക്കാം. നമുക്ക് കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ട് പാത്ത് വേയിലേക്ക് പോകാം. സോ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ലിവറിലാണ് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ ലിവറിൽ നിന്നാണ് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടാവുക. സോ ലിവർ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ആൻഡ് ഉണ്ടായ എല്ലാം തന്നെ ഇനാക്റ്റീവ് ആണോ അല്ലയോ ഒരു സംഭവം എന്ന് നോക്കാനായിട്ട് അതിന്റെ മുന്നിൽ ഓജൻ എന്ന വാക്കുണ്ടോ നോക്കി. ഓജൻസ് ഉള്ളതൊക്കെ ഇനാക്റ്റീവ് ആയിരിക്കും. അതിന് നമ്മളിപ്പോൾ ഉദാഹരണം പ്ലാസ്മിൻ, ഫൈബ്രിൻ. സോ ഇനാക്റ്റീവ് ആണ് ഇങ്ങനെയുള്ള സംഭവം. സോ എല്ലാം ഇനാക്റ്റീവ് ആണ്. ഇതെല്ലാം ആക്റ്റീവ് ആക്കണം, അപ്പോഴാണ് പ്രവർത്തിക്കത്തുള്ളൂ. ആൻഡ് ഇത് ആക്റ്റീവ് ആവാനായിട്ട് പലതിന്റെയും സഹായം ആവശ്യം വരും. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ നമ്മൾക്ക് കോഫാക്ടേഴ്സ് എന്നായിരിക്കും നമ്മൾ വിളിക്കുക. സോ കോഫാക്ടേഴ്സ് വേണം നമുക്ക്. ദെൻ ഈ ഇവിടെ ഉള്ള പല ഫാക്ടേഴ്സും വേണം, ഫാക്ടേഴ്സും കൂടെ വേണം. വൈറ്റമിൻ കെ പോലെയുള്ള ചില ഫാക്ടേഴ്സ് ഒക്കെ വേണം നമുക്ക്. ദെൻ ഫാക്ടർ 4 എന്ന് പറയുന്നത് കാൽഷ്യം ആണെന്ന് ഓർത്തിരിക്കുക. ഫാക്ടർ 4 കാൽഷ്യം ആണ്. നമ്മളിവിടെ കാൽഷ്യം എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ഫാക്ടർ 4 ആണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്, റോമൻ ലെറ്ററിലാണ് ഫാക്ടർ എഴുതേണ്ടത്. ദെൻ ഫാക്ടർ 8ഉം ഫാക്ടർ 5ഉം ഈ ഇതിനകത്തൊന്നും വരുന്നില്ല, പക്ഷെ രണ്ടും ഫാക്ടർ 8 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം. 8 ആൻഡ് ഫാക്ടർ 5 എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഫാക്ടർ 5ഉം 2ഉം നമ്മൾ ഇവിടെ പറയും ഹെൽപ്പിംഗ് ഫാക്ടേഴ്സ് ആണ്. നേരിട്ട് ഇതിനകത്ത് ഇങ്ങനെ അത് മാറി ഇത് മാറി എന്നൊന്നും നമ്മൾ പറയാറില്ല. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കാനായിട്ട് 8ഉം 5ഉം പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് 13ഉം ഇങ്ങനെ തന്നെ ഉള്ളതാണ്. 13ഉം ഒരു ഹെൽപ്പിംഗ് ഫാക്ടർ ആണ്. സോ 8 + 5 = 13 എന്ന് ഓർത്തിരിക്കുക. 8 + 13 ഹെൽപ്പിംഗ് ഫാക്ടർ ഓർത്തിരിക്കാം. നമ്മൾ ഇനിയും കുറച്ച് കണക്കൂടി ഇതിനകത്ത് പറയും. ഇനി രണ്ട് പാത്വേയുടെയും അവസാനം ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും കോമൺ പാത്വേ ആണ്. ഈ കോമൺ പാത്വേ അവസാനിക്കുന്നത് ഫാക്ടർ 10ലാണ്. ഫാക്ടർ 10 കൺവേർട്ടഡ് ഇൻടു 10A എന്നാണ് നമ്മൾ പറയുന്നത്. സോ 10 ഓർത്തിരിക്കുക. ഈ 10 ആണ് നമ്മുടെ ഈ പാത്വേ മൊത്തം പഠിക്കാനുള്ള നമ്മുടെ കോഡാണ് 10 എന്ന് പറയും. സോ എല്ലാ കോഡും നമ്മൾ 10ൽ അവസാനിപ്പിക്കും. സോ നമുക്ക് ആദ്യം എക്സ്ട്രിൻസിക് പാത്വേ തുടങ്ങാം. എക്സ്ട്രിൻസിക് പാത്വേ, സോ ഇതാണ് വേഗത്തിൽ നടക്കുന്നത്. 30 സെക്കൻഡ് മതി എന്ന് ഞാൻ പറഞ്ഞു. എക്സ്ട്രിൻസിക് പാത്വേയുടെ പ്രവർത്തനം ശരിയാണോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ പ്രോത്രോംബിൻ ടെസ്റ്റ് എന്നാണ് വിളിക്കുക. പ്രോത്രോംബിൻ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് എക്സ്ട്രിൻസിക് പാത്വേ ശരിയാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ടെസ്റ്റ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എക്സ്ട്രിൻസിക് പാത്വേയിലേക്ക് വന്നാൽ എക്സ്ട്രിൻസിക് പാത്വേയിൽ നമ്മൾ പറഞ്ഞു ബ്ലഡ് മുറിഞ്ഞതിന് ശേഷം ബ്ലഡ് ടിഷ്യൂസ് ആയിട്ട് കോൺടാക്ട് ആവുമെന്ന് പറഞ്ഞു. സോ ടിഷ്യൂ ആയിട്ട് കോൺടാക്ട് ആകുമ്പോൾ അവിടെ ഒരു ഫാക്ടർ ഉണ്ട്, ടിഷ്യൂ ഫാക്ടർ എന്നാണ് അതിന്. ടിഷ്യൂ ഫാക്ടർ ഈസ് റിലീസ്. ഈ ടിഷ്യൂ ഫാക്ടറിനെ നമുക്ക് വേറെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ, ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വിളിക്കാം. സോ ഇതാണ് ഫാക്ടർ നമ്പർ 3. സോ ഫാക്ടർ നമ്പർ 3യെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ഫാക്ടർ നമ്പർ 3 റിലീസ്ഡ് ആയി. ഈ ഫാക്ടർ നമ്പർ 3 എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുക? ഫാക്ടർ നമ്പർ 3 കൺവേർട്സ് ഫാക്ടർ നമ്പർ 7 7നെ ഫാക്ടർ നമ്പർ 7നെ 7A ആക്കി മാറ്റും ബൈ ദിസ് ഫാക്ടർ നമ്പർ 3. ആൻഡ് ഈ 7A എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 7A നമ്മുടെ ഫാക്ടർ നമ്പർ 10നെ 10A ആക്കി മാറ്റും. ആൻഡ് ഇവിടെ ഫാക്ടർ നമ്പർ 7ക്ക് കുറച്ച് ആൾക്കാരുടെ കൂടെ സഹായം വേണം. ഒന്ന് പ്ലേറ്റ്ലെറ്റ്സിൽ നിന്നുള്ള ഫോസ്ഫോലിപ്പിഡ്സിന്റെ സഹായം വേണം, കാൽഷ്യത്തിന്റെ സഹായം, ആൻഡ് ഓൾസോ ദിസ് ത്രോംബോപ്ലാസ്റ്റിന്റെയും കൂടി സഹായം വേണം. ത്രോംബോപ്ലാസ്റ്റിന്റെ കൂടി സഹായത്തോടു കൂടി ഫാക്ടർ 10നെ 10 ആക്കുന്നു. സോ ഫാക്ടർ നമ്പർ 3 3 സോ ദിസ് ഇസ് 3, ഇത് 7 ആണ്. ദിസ് ഇസ് 7 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 10. ഇതാണ് നമ്മുടെ 10ന്റെ കണക്ക്. സോ ഇവിടെ 10ന്റെ കണക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഫാക്ടർ നമ്പർ 7A ഈ 7A വേറൊരാളെയും കൂടി ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഇപ്പുറത്തെ പാത്വേ ആണ്. ഈ പാത്വേയുടെ പേര് ഇൻട്രിൻസിക് പാത്വേ ആണ്. ഇൻട്രിൻസിക് പാത്വേയിലെ ഫാക്ടർ 9നെ 9A ആക്കാനുള്ള കഴിവ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചേ. ആൻഡ് ഈ ഫാക്ടർ നമ്പർ 10A ഇങ്ങനെ ഉണ്ടായ സാധനത്തിന് നമ്മൾ വിളിക്കുക പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്നാണ്. പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്ന് വിളിക്കുക. ആൻഡ് ഫാക്ടർ നമ്പർ 7ന്റെ പേര് പ്രീ കൺവേർട്ടിൻ എന്ന് വിളിക്കാം. പ്രീ കൺവേർട്ട്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് എക്സ്ട്രിൻസിക് പാത്വേ ആണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാനിവിടെ 10 എന്നാണ് എഴുതിയത്, ഇത് 9 ആണ്. 9നെ 9 ആക്കാൻ കൂടി പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്, തിരുത്തിയേക്കാം. അപ്പൊ ഇനി നമുക്ക് ഇൻട്രിൻസിക് പറയാം. ഇൻട്രിൻസിക് പാത്വേ ഞാൻ പറഞ്ഞു ഒരു 4 to 5 മിനിറ്റ് പിടിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇത്തിരി സമയം പിടിക്കുന്ന പാത്വേ ആണ്. സോ ഇവിടെ കാര്യങ്ങൾ തുടങ്ങുന്നത് ഫാക്ടർ 12ൽ നിന്നാണ്. 12 എന്ന് പറയുന്ന ഫാക്ടറിൽ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുക. ഇത് ദിസ് ഫാക്ടർ 12 ഓർ അതിനെ നമുക്ക് ഹെഗ്മൻ ഫാക്ടർ എന്ന് കൂടി വിളിക്കും. ഹെഗ്മൻ ഫാക്ടർ ഫേമസ് പേരാണ് ഹെഗ്മൻ ഫാക്ടർ എന്നുള്ളത്. സോ ഇത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കൊളാജിനുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഹൈ മോളിക്കുലാർ വെയിറ്റ് കൈനിനോജനുമായിട്ട് കണ്ടുമുട്ടും, അല്ലെങ്കിൽ കാലിക്രീൻ എന്ന് പറയുന്നത് ഇതൊക്കെ ബ്ലഡിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ കൊളാജിന്റെ അവിടെയൊക്കെ ഉള്ളതാണ്. ഓക്കെ, കണ്ടുമുട്ടുമ്പോഴേ ഇത് ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആകുമ്പോൾ എന്താകും? 12A ആയിട്ട് ആക്റ്റീവ് ആകും. 12 becomes 12A ആകും. ആൻഡ് ബ്ലഡിൽ വെച്ചും ഇത് ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആക്റ്റീവ് ആകുന്നത് ഹൈലി നെഗറ്റീവ് ചാർജ് ഉള്ള ഗ്ലാസ് സർഫസ് വെച്ച് മുട്ടുമ്പോഴാണ്. സോ അപ്പൊ ഇതും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്ന് ഓർത്തിരിക്കുക. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എന്തുമായിട്ടും ബന്ധപ്പെടുമ്പോഴത്തേക്കും 12A ആയിട്ട് മാറും. ഈ 12A ഇനി 11A ആക്കി മാറ്റും. സോ 11A ആക്കി മാറ്റുന്നത് 12 to 12A ആണ്. ഈ 11A എന്തിനെന്താക്കി മാറ്റും എന്ന് വെച്ചാൽ ദാ ഇവിടെ തന്നെ ഉണ്ട്, 9നെ 9A ആക്കി മാറ്റും. ഓക്കെ, 9നെ 9A ആക്കി മാറ്റുന്നതാണ് 11Aയുടെ പരിപാടി. ആൻഡ് ഫാക്ടർ 9ന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഫാക്ടർ 9ന്റെ പേര് ക്രിസ്മസ് ഫാക്ടർ എന്നാണ് ഫാക്ടർ 9നെ വിളിക്കുക. ക്രിസ്മസ് ഫാക്ടർ 11 അത്ര ഫേമസ് പേരൊന്നുമില്ല. ഓക്കെ, പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ ടിഷ്യൂ ആണെങ്കിൽ ഇത് പ്ലാസ്മ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഫാക്ടർ 11നെ വേണമെങ്കിൽ വിളിക്കാം. ആൻഡ് ഫാക്ടർ 9A ഉണ്ടായതാണ് ഇവിടെ ഇനി വീണ്ടും 10നെ 10A ആക്കി മാറ്റുക. സോ 10 ഫാക്ടറിന്റെ പേര് എന്തായിരുന്നു? സ്റ്റുവർട്ട് ഫാക്ടർ എന്നാണ് പറയുക. സ്റ്റുവർട്ട് ഫാക്ടർ എന്നാണ് ഇതിന്റെ പേര്. സോ 9A 10നെ 10A ആക്കുന്നു. ഇവിടെ ഏതായിരുന്നു? 7A 10നെ 10 ആക്കും. സോ ഇവിടെ വെച്ചിട്ടാണ് ഇത് രണ്ടും കൂടി കൂട്ടിയും യോജിക്കുന്നത്. ആൻഡ് ഇതിന് 9Aക്ക് ഇതാക്കി മാറ്റാനായിട്ട് 8Aയുടെ സഹായം ആവശ്യമുണ്ട്. സോ 8Aയുടെ സഹായം കൂടി കിട്ടിയാൽ മാത്രമാണ് ഫാക്ടർ 9Aക്ക് 10A ആക്കാൻ പറ്റത്തുള്ളൂ. 8A മാത്രം പോരാ, കാൽഷ്യത്തിന്റെ സഹായം ആവശ്യമാണ്. ദെൻ ഫോസ്ഫോലിപ്പിഡ്സ് ഫ്രം എവിടെ നിന്നാണ്? പ്ലേറ്റ്ലെറ്റ്സ്. സോ പ്ലേറ്റ്ലെറ്റ്സ് ഇവിടെയും വേണം. പ്ലേറ്റ്ലെറ്റ്സ് എന്നാണ് ഇവിടെ കിട്ടുക. ഇവിടെയും പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. സോ ഇപ്പൊ എന്തായി? 10 becomes 10A ആയി. സോ രണ്ടും 10A കൊണ്ടുവന്നു. പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഉണ്ടായി. സോ ഇവിടെ എവിടെയാണ് 10 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 12 ആണല്ലോ. 12ന്റെ ആദ്യത്തെ അക്ഷരം T ആണ്. 12. ഇത് 11 ആണ്. 11ന്റെ ആദ്യത്തെ അക്ഷരം E ആണ്. ഇത് 9 ആണ്. 9ന്റെ ആദ്യത്തെ അക്ഷരം E ആണ്. സോ 10 കിട്ടിയല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതും 10 ആക്കിയത്. സോ ഈ വഴിയും 10, ഈ വഴിയും 10. പക്ഷെ ഇവിടെ ഒരു 8 കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. 10-8 എന്ന് വേണമെങ്കിൽ പഠിക്കാം. 10-8 ബിക്കോസ് 8A ആണ്. ആക്ച്വലി ഈ 8A ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. 8Aയുടെ പേര് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നാണ് 8A വിളിക്കുന്നത്. ആന്റി ഹീമോഫിലിക് ഫാക്ടർ നമ്മൾ പലപ്പോഴും
കുത്തിവെക്കുന്നത് ദിസ് 8A ആണ്. ഓക്കെ, സാധാരണ രീതിയിൽ ഈ ഫാക്ടർ 8 എന്ന് പറയുന്നത് ഫാക്ടർ 8 ഇങ്ങനെയാണ്. അത് നമ്മൾ നേരത്തെ വോൺ വില്ലെബ്രാൻഡ് ഫാക്ടറുമായിട്ട് ചേർന്നിരിക്കുകയായിരിക്കും. സോ ഇത് മാറ്റുമ്പോഴാണ് ഇത് ഫാക്ടർ 8A ആകുന്നത് എന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ നമുക്കിതിനെ പ്രോത്രോംബിൻ കൺവേർട്ടറിനോ ആക്ടിവേറ്റ്, പ്രോത്രോംബിൻ കൺവേർട്ടർ ആണ്, ആക്ടിവേറ്റർ അല്ല, പ്രോത്രോംബിൻ കൺവേർട്ടർ ആയി എന്ന് നമുക്ക്. സോ ഇനി ഈ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ പ്രവർത്തനം ശരിയാണോ? ഇവിടെ നമ്മൾ പ്രോത്രോംബിൻ ടൈം പഠിച്ചു, ഇവിടെ വേറൊരെണ്ണം ഉണ്ട് അതേപോലെയുള്ള ടെസ്റ്റ്. അതിനെ നമ്മൾ PTT എന്നാണ് വിളിക്കുക. PTT മീൻസ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്നാണ് അതിനെ വിളിക്കുക. സോ നമ്മൾ ബ്ലഡിൽ പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രിൻസിക് ആക്ടിവിറ്റി, ഈ പാത്വേ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാം. PT ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് പാത്വേ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് കൂടി മനസ്സിലാക്കാം. സോ ഇൻട്രിൻസിക് പാത്വേയും എക്സ്ട്രിൻസിക് പാത്വേയും ഒന്നായ സ്ഥിതിക്ക് ഇനി നമുക്കതിനെ കോമൺ പാത്വേ എന്ന് വിളിച്ചൂടെ? കോമൺ പാത്ത്. ഇവിടുത്തെ 10ന്റെ കണക്ക് നമുക്ക് കിട്ടി, ഇവിടുത്തെ 10ന്റെ, ഇവിടുത്തെ നമ്മൾ 10 TEN ആണ്, അതിന്റെ കൂടെ ഒരു 8 കൂടി എന്ന് ഓർക്കുക. ഇവിടെ 3 + 7 ആയിരുന്നു, ഇവിടെ 10 കിട്ടിയത്. സോ 10 ഈസ് കൺവേർട്ടഡ് ഇൻടു 10A. ഇങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ, എഴുതേണ്ടത് ഇങ്ങനെ തന്നെ എഴുതണം, റോമൻ ലെറ്ററിലാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി 10Aയുടെ പണി എന്താണ്? 10A ചെയ്യുന്നത് 10A കൺവേർട്സ് ഫാക്ടർ 2 ഇങ്ങനെ എഴുതുക. ഫാക്ടർ 2നെ ഫാക്ടർ 2A ആക്കി മാറ്റുകയാണ് 10Aയുടെ പണി. ഇതിന് അദ്ദേഹത്തിന് കാൽഷ്യത്തിന്റെ സഹായം വേണം, വേറൊരാളുടെ കൂടെ സഹായം വേണം, അതാണ് ഫാക്ടർ 5. ഫാക്ടർ 5ന്റെ സഹായവും കൂടി ആവശ്യമാണ്. ദെൻ ഫോസ്ഫോലിപ്പിഡ്സിന്റെയും കൂടി സഹായം ആവശ്യമാണ്. സോ ഈ ഫാക്ടർ 5ന്റെ വേറൊരു പേര് പ്രോ ആക്സിലറിൻ എന്നാണ്. പ്രോ ആക്സിലറിൻ അത്ര ഫേമസ് ഒന്നുമല്ല. സോ ഫാക്ടർ 2 എന്തുവാ? ഫാക്ടർ 2 ഈസ് പ്രോത്രോംബിൻ ആണ്. പ്രോത്രോംബിൻ നമ്മൾ ഇതായിരിക്കും പഠിക്കുക, ഫാക്ടർ 2 ഒന്നും പഠിക്കാറില്ല. പ്രോത്രോംബിൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ത്രോംബിൻ ബൈ ഫാക്ടർ 10A എന്നായിരിക്കും നമ്മൾ പഠിക്കുക. അതുകൊണ്ടാണ് ഇതിനെ പ്രോത്രോംബിൻ കൺവേർട്ടർ എന്ന് പറയുന്നത്. പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നതുകൊണ്ടാണ് നമ്മൾ പ്രോത്രോംബിൻ കൺവേർട്ടർ എന്ന് പേര് കൊടുത്ത് ഇദ്ദേഹത്തെ വിളിക്കും. ഓക്കെ, ഇനി ഫാക്ടർ 2Aയുടെ പണി എന്താ? ഫാക്ടർ 2A ത്രോംബിൻ ആണ്. ത്രോംബിൻ നമ്മൾ ഫാക്ടർ 1നെ 1A ആക്കി മാറ്റും. 1ന്റെ പേരെന്താണ് നമുക്കറിയാം, ഫൈബ്രിനോജനെ എന്താക്കി മാറ്റും? ഫൈബ്രിൻ ആക്കി മാറ്റുന്നതാണ് ഫാക്ടർ 2A. സോ ഇവിടെയും കാൽഷ്യം വേണം, ഇവിടെയും കാൽഷ്യം. സോ നമുക്ക് കിട്ടി, നമുക്ക് ഫൈബ്രിനാണ് നമുക്ക് ആവശ്യം. ഇനിയും തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് വേണ്ടത് ഫൈബ്രിനാണ്. സോ ഫൈബ്രിൻ കിട്ടി. അപ്പൊ ഇവിടെ 10 എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത് 10 ആണ് മുകളിൽ. ഓക്കെ, ദെൻ ഇവിടെ ഫാക്ടർ 5 ഞാൻ പറഞ്ഞു ആകുന്നത് 2 ആണെന്ന് ഞാൻ പറഞ്ഞു. 1 നമ്മളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ 5 × 2 × 1 ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും 10. ഓക്കെ, സോ ഇവിടുത്തെ കോഡ് 5 പക്ഷേ കോഫാക്ടർ ആണ്. 2 1 ആണ്. 5 × 2 × 1 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 10. സോ ഇവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10. ഇതാണ് എന്റെ 10ന്റെ കോഡ്. ഓക്കെ, ഇതൊരു ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഡാണ്. ഇനി നമുക്ക് ഈ കിട്ടിയ ഫൈബ്രിനെ, ഈ ഫൈബ്രിൻ, ഓക്കെ, ഫൈബ്രിൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഫൈബ്രിനെ നമുക്ക് ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റണം. ഓക്കെ, അതിന് നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമാണ്. സോ ഫൈബ്രിൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ഫൈബ്രിൻ ത്രെഡ് ആക്കി മാറ്റാൻ ലാസ്റ്റത്തെ ഏറ്റവും അവസാനത്തെ ആളാണ് ഫാക്ടർ 13. ഫാക്ടർ 13 നമുക്ക് ഇവിടെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. സോ ഫാക്ടർ 13ന്റെ പേര് ഫൈബ്രിൻ സ്റ്റെബിലൈസിംഗ് ഫാക്ടർ എന്നാണ്. ഫൈബ്രിൻ സ്റ്റെബിലൈസിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ അലി വെള്ളത്തിൽ അലിയുന്ന ഫൈബ്രിനെ അലിയാത്ത രീതിയിലുള്ള ഫൈബ്രിനാക്കി മാറ്റുകയാണ്. അപ്പൊ നമുക്ക് ഫൈബ്രിൻ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? കോമൺ പാത്വേക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേര് INR, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്നാണ് അതിന്റെ പേര്. സോ ഇങ്ങനെ ഉണ്ടായ ഫൈബ്രിൻ ദാ ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ആണ്. അതിന്റെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് വന്ന് പിടിക്കും. സോ നമുക്ക് ഫൈബ്രിൻ ത്രെഡ്സ് ആണ്. ഫൈബ്രിൻ ത്രെഡുകൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ വന്ന് ചേരുകയും അതിന്റെ പുറത്ത് വീണ്ടും പ്ലേറ്റ്ലെറ്റുകളൊക്കെ വന്ന് ഒട്ടിച്ചേരുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ ഇളകി പോവില്ല. സോ ഇറ്റ്സ് നൗ എ സെക്കൻഡറി ഹീമോസ്റ്റാറ്റിക് പ്ലഗ് കിട്ടി. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോട്ട് ഫോർമേഷൻ, ഫൈബ്രിൻ ത്രെഡ് ഫോർമേഷൻ എന്ന് പറയും. സോ നമുക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ക്ലോട്ട് എന്നേക്കുമായിട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരും. അതിനെ നമ്മൾ ക്ലോട്ട് റിട്രാക്ഷൻ എന്നാണ് വിളിക്കുക. ക്ലോട്ട് റീട്രാക്ഷൻ, ചുരുങ്ങുക എന്നാണ് റിട്രാക്ഷൻ. ആൻഡ് റിപ്പയർ, അവിടെ റിപ്പയർ ചെയ്യുക, വീണ്ടും പഴയ രീതിയിൽ രക്തം ഇതിനെ കൂടി കൃത്യമായിട്ട് പോകുന്ന രീതിയിൽ പഴയ രീതിയിലേക്ക് ആക്കുക. സോ ഒരു 30 to 60 മിനിറ്റിനുള്ളിൽ ഈ ക്ലോട്ടിന്റെ അകത്തുള്ള സിറം പുറത്തേക്ക് ഇങ്ങനെ വരും. ഇപ്പോഴാണ് നമ്മുടെ മുറിവിന്റെ അവിടെ നമുക്ക് ഇങ്ങനെ വെള്ളം പോലെ നമ്മൾ കാണുക. സിറം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 40% സൈസ് അങ്ങോട്ട് കുറയും. 40% സൈസ് കുറയും. സോ ഇവിടെ പ്ലേറ്റ്ലെറ്റ്സ് ഇനി ചുരുങ്ങാൻ തുടങ്ങുന്നു. പ്ലേറ്റ്ലെറ്റ്സ് ചുരുങ്ങുന്നു. ഓക്കെ, താഴത്തുള്ള സ്മൂത്ത് മസിലുകൾ ചുരുങ്ങാൻ തുടങ്ങുന്നു. സോ നമുക്ക് ഈ ഭാഗവും തമ്മിൽ ഇങ്ങനെ അങ്ങനെ അടുപ്പിക്കണം, അല്ലെ? വീണ്ടും അടുപ്പിക്കുക. സോ ആക്ടിൻ മയോസിൻ ഫിലമെന്റുകളൊക്കെ ആക്ടിൻ മയോസിൻ നമുക്കറിയാം ഇങ്ങനെയാണ് ഇരിക്കുക, ആക്ടിനും മയോസിനും. ഓക്കെ, സോ അത് അങ്ങോട്ടേക്ക് വരും, അടുപ്പിക്കുന്നു. സോ ഇങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗം കൂടി ചേരണം, ഇവിടുത്തെ മസിൽസും കൂടി ചേരണം. ഈ മസിൽ വികസിക്കണമെങ്കിൽ നമുക്ക് വി നീഡ് സം ഗ്രോത്ത് ഫാക്ടേഴ്സ് വേണ്ടി വരും. അത്
പ്ലേറ്റ്ലെറ്റ് നിന്നാണ് വരുന്നത്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ്, പ്ലേറ്റ്ലെറ്റിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് വരുമ്പോൾ ഇവിടുത്തെ സ്മൂത്ത് മസിൽസ് വികസിക്കാൻ തുടങ്ങും. വികസിക്കാന്ന് വെച്ചാൽ പ്രോലിഫറേഷൻ ഉണ്ടാകും. അവിടെ പോയ നശിച്ചു പോയ സ്മൂത്ത് മസിൽസ് എല്ലാം വീണ്ടും പ്രോലിഫറേറ്റ് ചെയ്യുന്നു, വലുതാകുന്നു. സോ വീണ്ടും പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് പ്ലേറ്റ്ലെറ്റിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന അടുത്തത്. സോ ഇനി ഇവിടെ എൻഡോത്തീലിയൽ സെൽസ് ശരിയാകണം. എൻഡോത്തീലിയൽ സെൽസ് ശരിയാണെങ്കിൽ വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ കൂടി വരുന്നുണ്ട്. സോ വാസ്കുലാർ എൻഡോത്തീലിയൽ എന്ന് വെച്ചാൽ വാസ്കുലാർ ബ്ലഡ് വെസൽ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ. സോ എൻഡോത്തീലിയൽ ലെയർ പുതുതായിട്ട് ഇങ്ങനെ വളർന്ന് വികസിച്ചു. സോ അതിന് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ വരുന്നു. മുറിവിന് ചുറ്റുമുള്ള എൻഡോത്തീലിയൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ റീജനറേറ്റ് ചെയ്യും. സോ അപ്പോഴത്തേക്കും റിപ്പയർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. റിപ്പയർ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് ഇളകി പോകണം അല്ലെ, ഇളകി പതുക്കെ പുറത്തേക്ക് പോകണം. ഇത് സ്കിന്നിന് പുറത്താണെങ്കിൽ പതിയെ ഇവിടെ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ ഇപ്പൊ അകത്താണെന്ന് വിചാരിക്കുക. അകത്താണെങ്കിൽ ഈ ഫൈബ്രിൻ ത്രെഡ്സിനെ അലിയിക്കണം. സോ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഈ ഫൈബ്രിനോലൈസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. സോ ഫൈബ്രിനെ അലിയിക്കണം. ആര് ഉണ്ടായ ഫൈബ്രിനെ അലിയിപ്പിക്കുക, നശിപ്പിക്കുക. സോ ഇതിന് ഇവിടെയുള്ള സെൽസ്, എൻഡോത്തീലിയൽ സെൽസിന്റെ അവിടെയുള്ള ഒരു സംഭവമാണ്. അതിന് നമ്മൾ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവയെ TPA എന്ന് വിളിക്കും. ഫേമസ് ആണ് TPA. സോ TPA ആക്റ്റീവ് ആകുന്നു. TPA എന്താ ചെയ്യുക? ബ്ലഡിൽ ഇങ്ങനെയുള്ള ഒരു പ്രോട്ടീന്റെ പേരാണ് പ്ലാസ്മിനോജൻ. പ്ലാസ്മിനോജനെ പ്ലാസ്മിൻ ആക്കി മാറ്റും. പ്ലാസ്മിൻ. സോ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ പ്ലാസ്മിനോജൻ എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആണ്. അതിനെ പ്ലാസ്മിൻ ആക്കി മാറ്റും. സോ പ്ലാസ്മിൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്ലാസ്മിൻ ആണ് ഇവിടെയുള്ള ഈ സംഭവങ്ങളെ തിന്ന് നശിച്ച് അല്ലെങ്കിൽ അലിയിച്ച് കളയുക. സോ ഫൈബറിനെ നശിപ്പിക്കുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരാണ് പ്ലാസ്മിൻ എന്ന് നമ്മൾ പറയുക. ബട്ട് ഇറ്റ് ഡു പ്ലാസ്മിനോജനെ പ്ലാസ്മിൻ ആക്കുന്നു. ഈ പ്ലാസ്മിൻ ഇത് അലി. ഓക്കെ. സോ അലിച്ച് ചെയ്യുമ്പോഴത്തേക്കും ക്ലോട്ട് മാറി. ഇനി ഇത് അലിയിക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു സാധനം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പേര് ഡി ഡൈമർ എന്നാണ്. നമ്മളൊരു രക്തത്തിൽ കട്ടൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഡി ഡൈമർ. സോ എവിടെ തുടങ്ങി? വാസോ കൺസ്ട്രക്ഷനിൽ തുടങ്ങി. പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ ആയി. അവിടെ നിന്ന് നമ്മൾ പല രീതിയിൽ ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് വഴി ക്ലോട്ട് ഫോം ചെയ്തു. കുറെ നേരം കഴിയുമ്പോൾ ക്ലോട്ട് വേണ്ട, അതിനെ നമ്മൾ റിട്രാക്ട് ചെയ്തു, റിപ്പയർ ചെയ്തു. അവസാനം ക്ലോട്ടിനകത്തുള്ള ഫൈബറിനെ അലിയിച്ചും കളഞ്ഞു. സോ ഇതാണ് എന്ത് ഹീമോസ്റ്റാസിസ് മൊത്തം എന്ന് പറയും. അല്ലെങ്കിൽ ഇൻ ദിസ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്.